ഹോർമുസ് കടലിടുക്കിൽ ടോളിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ സഹായിച്ചാൽ സഖ്യകക്ഷിയായ ഒമാനെ ലക്ഷ്യമിടുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. അത്തരം നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ടോളിംഗ് സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമവും വെച്ചു പൊറുപ്പിക്കില്ല. കടലിടുക്കിന് ടോളുകൾ സുഗമമാക്കുന്നതിന് നേരിട്ടോ അല്ലാതെയോ സഹായം ചെയ്താൽ US ട്രഷറി ആക്രമണാത്മകമായി ലക്ഷ്യം വെക്കുമെന്ന് ഒമാൻ അറിഞ്ഞിരിക്കണം. ഒപ്പം പങ്കാളികൾക്ക് പിഴ ചുമത്തപ്പെടും. എക്സിൽ ഒരു പോസ്റ്റിൽ ബെസന്റ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഒമാന് കർശന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കിടക്കണം. ഏതെങ്കിലും ഒരു രാജ്യം നിയന്ത്രിക്കേണ്ട ഒന്നല്ല ഹോർമുസ് കടലിടുക്ക്. ഞങ്ങളതിൽ നിരീക്ഷണം നടത്തും, പക്ഷേ ആരും അത് നിയന്ത്രിക്കാൻ പോകുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമുസിന്റെ കാര്യത്തിൽ ഒമാൻ മറ്റെല്ലാവരെയും പോലെ പെരുമാറണമെന്നും ട്രംപ് പറഞ്ഞു. അല്ലെങ്കിൽ ഒമാനെ തകർക്കുമെന്നും US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈവിടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതിന്റെ പിന്നാലെയാണ് ഈ പ്രതികരണങ്ങൾ പുറത്തു വന്നത്. ഇറാന്റെ നടപടി നിയമപരവും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതവുമെന്ന് UNലെ ഇറാൻ സ്ഥാനപതി അമീർ സെയ്ദ് ഇറവാനി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷ സാഹചര്യം കനക്കുന്നതിനിടെയാണ് ഹോർമൂസിൽ പിന്നോട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ബുഷേർ പ്രവിശ്യയിൽ വെച്ച് അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനാണ് US വിമാനം തകർത്തതായി ആദ്യം വാർത്ത പുറത്തുവിട്ടത്. ബുഷേർ പ്രവിശ്യയിലെ ജാം മേഖലയിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു ശത്രു വിമാനം തടയുകയും അത് വെടിവെച്ചിടുകയും ചെയ്തതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തെ വിജയകരമായി ലക്ഷ്യം വെച്ചതായി ജാം കൗണ്ടി ഗവർണർ മസൂദ് തങ്കേസ്ഥാനി പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിമാനം വെടിവെച്ചിട്ടതോടെ നഗരത്തിലെ സാഹചര്യം സാധാരണ നിലയിലായതായും അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് മേഖലയിൽ USഉം ഇറാനും തമ്മിൽ ശക്തമായ പിരിമുറുക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ US സെൻട്രൽ കമാൻഡ് പൂർണ്ണമായും തള്ളി. മേഖലയിൽ അമേരിക്കൻ വിമാനങ്ങളൊന്നും തന്നെ തകർക്കപ്പെട്ടിട്ടില്ല എന്നും തങ്ങളുടെ എല്ലാ വ്യോമാസ്തികളും സുരക്ഷിതമാണെന്നും US ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ തെറ്റാണെന്ന് സെൻട്രൽ കമാൻഡ് എക്സിലൂടെ വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പിരിമുറുക്കം വീണ്ടും വർദ്ധിച്ചു. ഹോർമുസ് കടലിടുക്കിന് സമീപം USഉമായി ബന്ധമുള്ള കപ്പലുകൾ ഉൾപ്പെടെ 4 കപ്പലുകളെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ലക്ഷ്യം വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എണ്ണ വ്യാപാര ശൃംഖലയ്ക്കെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ വരുമാനം ഉപയോഗിക്കുന്നത് തടയുകയാണ് ഉപരോധത്തിന്റെ ലക്ഷ്യമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. US ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടാൻ ധാരണയായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടാനാണത്രേ ധാരണയായത്. അതിനുള്ളിൽ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താനാണ് നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ലഭിച്ച ശേഷമാകും വെടിനിർത്തൽ നിലവിൽ വരിക. വെടിനിർത്തൽ പ്രാബല്യത്തിലായാൽ ഇറാൻ ഹോർമുസ് തുറക്കുകയും അമേരിക്ക ഇറാനുമേലുള്ള നാവിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും. ഇറാന്റെ ഫണ്ട് വിട്ടു നൽകുന്നതും ഉപരോധം ലഘൂകരിക്കുന്നതും ഇതോടൊപ്പവുമുണ്ട്. എല്ലാ മേഖലകളിലും യുദ്ധം നിർത്തിയുള്ള ധാരണ വിജയിച്ചാൽ ആണവ വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്നാണ് വിലയിരുത്തൽ. മേഖലയിലെ രാജ്യങ്ങളോടുള്ള സമീപനവും ഇറാൻ വ്യക്തമാക്കേണ്ടി വരും. അതേസമയം ഇരുപക്ഷത്തെയും കടുത്ത നിലപാടുള്ളവരെ ഉന്നയിപ്പിക്കുക എന്നതും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.